ഹായ്, എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നലെ ഫുൾ മൂൺ ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഫയലൊന്നും ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ടു കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഹാങ്ഡ് മാൻ, 6 ഓഫ് കപ്സ്, 10 ഓഫ് സോൾസ്, ഫുൾ കാർഡ്, 3 ഓഫ് വാൻഡ്സ്, അതുപോലെ ടവർ കാർഡാണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് എംപറർ, 4 ഓഫ് കപ്സ്, അതുപോലെ ക്വീൻ ഓഫ് സോൾസ് ആണ്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് എന്താണ് കിട്ടുന്നത് നോക്കാം. റീകൺസിഡർ എന്ന കാർഡാണ്. അതുപോലെ റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് നമുക്ക് കിട്ടുന്നത് ഫ്രീ യുവർ സെൽഫ് എന്ന കാർഡാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പിലൂടെ പോകുന്ന ആൾക്കാരെയാണ് കാണുന്നത്. മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയതായിട്ട് കാണിക്കുന്നു. അതായത് കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയതായിട്ട് കാണിക്കുന്നു. ഇന്നലെയും ഇന്നുമായിട്ടുള്ള സെപ്പറേഷൻ അല്ല കാണിക്കുന്നത്. ചിലർക്ക് ഇവിടെ മാസങ്ങളോ അതുപോലെ വർഷങ്ങളോ ആയിട്ടുള്ള സെപ്പറേഷനാണ് കാണുന്നത്. സോ നമ്മൾ നോക്കുന്നത് ഇന്നലെ ഫുൾ മൂൺ ഡേ ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നാണ്. യെസ്, ആൾക്ക് ചേഞ്ചസ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബിക്കോസ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. നമുക്കിവിടെ 6 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണിനെ പറ്റി അധികം ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്താണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ തോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടാകാം. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് മാറി മാറി വരുന്നുണ്ടാകാം. ഒരു കാരണമില്ലാത്ത ദേഷ്യം വരും, പെട്ടെന്ന് തന്നെ സന്തോഷം വരിക, അതുപോലെ പെട്ടെന്ന് തന്നെ മാറി സങ്കടം വരിക. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ, നിങ്ങളുടെ പേഴ്സണൽ ചേഞ്ചസ് വന്നിരിക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അതുപോലെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. എന്നാൽ അവരിപ്പോൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതുപോലെ അവർക്ക് വന്നിരിക്കുന്ന മറ്റൊരു മേജർ ചേഞ്ചാണ്. അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറ്റബോധമുള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ പെയിനും ഉണ്ട്, ഉറക്കമില്ല. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയതിന് കാരണം അവരാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു, നിങ്ങളെ കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എനർജി കിട്ടുന്നത്. ബിക്കോസ് ഇവിടെ 10 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് പേർക്ക് ഇവിടെ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് മറ്റൊരു തേർഡ് പേഴ്സൻ്റെ കൂടെ പോയതാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ കരിയർ കൊണ്ടോ ഫാമിലി കൊണ്ടോ ഉണ്ടായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല. ഇവിടെ മറ്റൊരു തേർഡ് പേഴ്സണുമായിട്ട് അഫെയർ ആയിട്ട് പോയതാണെങ്കിൽ, അതുപോലെ നിങ്ങളൊരു ട്രോമ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉടനെ ഒരു ടവർ മൊമെൻറ്റ് വരുമെന്നാണ് കാണിക്കുന്നത്. 20% ആൾക്കാരുടെ പേഴ്സണ് ഇതിനോടകം ഒരു ടവർ മൊമെൻറ്റിലൂടെ കടന്നു പോയതായിട്ട് കാണിക്കുന്നു. ബാക്കി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ടവർ മൊമെൻറ്റ് ഉടനെ സംഭവിക്കും. അത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ടവർ മൊമെൻ്റ് ആയിരിക്കും. ബാക്കി ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ കരിയർ ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്നവരുടെ പേഴ്സൺ അല്ലെങ്കിൽ അതുമൂലം സെപ്പറേഷനിൽ പോയവരുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു. ഇവിടെ അവർ നിങ്ങളെ ദൂരെ നിന്ന് നോക്കി കാണുന്നതായിട്ട് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയ സ്പൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ മജോറിറ്റി ആൾക്കാരും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടം എനർജിയിൽ ദ എംപറർ എന്ന കാർഡായിരുന്നു കിട്ടിയിരുന്നത്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഈഗോ ഉള്ള ഒരു ആളായിട്ട് കാണിക്കുന്നു. ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത, അതുപോലെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നു. ഇയാളുടെ ലൈഫിൽ വലിയൊരു തകർച്ച ഫേസ് ചെയ്യേണ്ടി വന്നാൽ മാത്രമേ ആൾ സോറി പറയൂ എന്ന സ്വഭാവ രീതിയുള്ള പേഴ്സണാണ്. എന്നാൽ ഈ ഒരു ഫുൾ മൂൺ അവരുടെ എനർജിയിൽ കുറേ വേരിയേഷൻസ് കൊണ്ടുവന്നതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജിയിൽ 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. സോ നിങ്ങളുമായുള്ള നല്ല മൊമെൻറ്റ്സ് അവർ ഓർക്കുന്നുണ്ട്, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടിയ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങൾ, എന്നാൽ അതവർ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന കുറ്റബോധത്താൽ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നതായിട്ടും കാർഡ്സ് പറയുന്നു. അതുപോലെ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് റീകൺസിഡർ എന്ന കാർഡാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചിന്തിക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാർമിക് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ അവർ വന്നാൽ അക്സെപ്റ്റ് ചെയ്യണോ എന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് പുനർവിചിന്തനം നടത്തുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പോകുന്ന കറൻറ്റ് പാത്ത് ശരിയാണോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതിയോ, നിങ്ങൾക്ക് ഇതിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് റീ ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ നമുക്ക് റൊമാൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്ന ഫ്രീ യുവർ സെൽഫ് എന്ന കാർഡാണ്. നിങ്ങൾ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടുക, നിങ്ങളുടെ ലൈഫിൽ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക, മറ്റാർക്കും നിങ്ങളുടെ ലൈഫിലെ കൺട്രോൾ കൊടുക്കാതിരിക്കുക, മൈൻഡ് ഓപ്പൺ ആയി വെക്കുക, അതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ജൂലൈ എന്ന് പറയുന്ന മാസമാണ്. അതുപോലെ ഫുൾ മൂൺ
കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നോക്കുന്ന റീഡിങ് തന്നെ ഫുൾ മൂൺ ഡേയുടെ ആയിരുന്നു. ഓക്കെ, ബ്ലൂ എന്ന് പറയുന്ന കളർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, ലെറ്റർ 6 കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ല കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചിലർക്ക് നമുക്കിതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റർ L കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 8 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഓഗസ്റ്റ് മാസമായിരിക്കാം കേട്ടോ. തിരുവാതിര നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് 19 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഏജും ആയിരിക്കാം. ഓക്കെ, ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ലെറ്റർ O ആണ്. ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു.